السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله. إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ആകാശം, ഭൂമി, ആകാശഭൂമികളുടെ ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന, പരന്നു കിടക്കുന്ന ധാരാളം സൃഷ്ടിചരാചരങ്ങളുണ്ട്. ജാമിദാത്ത നിർജീവ വസ്തുക്കൾ ധാരാളം സൃഷ്ടികളായി പ്രപഞ്ചത്തിലുണ്ട്. നബാത്താത്ത് ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നൽകുന്ന സസ്യങ്ങളും അതുപോലെ ധാരാളം പുല്ലുകളും ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുകയാണ്. ഹയവാനാത്തുകൾ, ധാരാളം ജീവജാലങ്ങൾ, മനുഷ്യേതര ജന്തുക്കൾ, പക്ഷിപർവാദികൾ, ഇങ്ങനെ ധാരാളം ജന്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആകാശത്തിലാണ് എങ്കിൽ ഉപരിമണ്ഡലത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അല്ലാഹു പടച്ചു. ആകാശത്തിന്റെ മീതെ ധാരാളം സൃഷ്ടികളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത്തത്തി സമാഉ വഹുഖ ലഹാ അൻ തഖുത്ത. ആകാശം ഞെരിവിൽ കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ആകാശത്തിൽ 4 വിരലുകൾ വെക്കുന്ന സ്ഥലത്തെല്ലാം വഇല്ലാ മലകുൻ വാദിഅൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹ്. ആകാശത്തിൽ 4 വിരലുകൾ വെക്കുന്ന സ്ഥലത്തെല്ലാം ഒരു മലക്ക് അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്തുകൊണ്ടേ കഴിഞ്ഞുകൂടുകയാണ്. 4 വിരൽ വെക്കുന്ന സ്ഥലത്ത് ഒരു മലക്ക് എങ്കിൽ ആകാശത്തിന്റെ മീതെ എത്രയോ മലക്കുകൾ അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിരതമായിരിക്കുകയാണ്.
ഈ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പ്രത്യേകമായ ഒരു വേർതിരിവ് നൽകി. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കണ്ടന്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത് എന്ന് ഖുർആനിലൂടെ അല്ലാഹു അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ മണ്ണിന്റെ കണ്ടന്റ് വളരെ കൂടുതലായി കാണാൻ പറ്റും. ഒരു 2 ദിവസം 3 ദിവസം മനുഷ്യൻ കുളിക്കുന്നില്ല എങ്കിൽ അവന്റെ ശരീരത്ത് നഖം കൊണ്ട് മാന്തി നോക്കിക്കഴിഞ്ഞാൽ ചെളിയായിരിക്കും, മണ്ണായിരിക്കും അവന്റെ നഖത്തിന്റെ ഉള്ളിലേക്ക് വരുന്നത്. എവിടെന്നായി മണ്ണ് വന്നത്? വെളിയിലൊന്നും കളഞ്ഞാതെ പൊടിപടലങ്ങളൊന്നും പറ്റാതെ മനുഷ്യൻ കുളിക്കാതെ ഏതാനും ദിവസം കഴിഞ്ഞു കൂടിയാലും അവന്റെ ശരീരത്തിൽ മാന്തി നോക്കിയാൽ ചെളിയായിരിക്കും. കാരണം മണ്ണിന്റെ കണ്ടന്റ് അവന്റെ ഉള്ളിലുണ്ട്. ഈ പ്രപഞ്ചത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്ന ജാമിദാത്ത് നിർജീവ വസ്തുക്കൾ, പർവ്വതങ്ങൾ, അല്ലാഹു പറയുന്നത് വൽ ജിബാല ഔതാദ, പർവ്വതത്തെ നാം ആണിയാക്കി എന്നാ പറഞ്ഞത്. ഈ പർവ്വതത്തിന്റെ രൂപരേഖ മനുഷ്യ ശരീരത്തിൽ പരിധി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പല്ലായും എല്ലുകളായും മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതത്തിന്റെ ഒരു രൂപരേഖയെ തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇനി നിർജീവ വസ്തുക്കളാണ് സമുദ്രത്തിലൂടെയും പുഴയിലൂടെയും ജലാശയത്തിലൂടെയും ഒഴുകുന്ന വെള്ളം. ആ വെള്ളത്തിൽ നമുക്ക് കുടിക്കാൻ സുലഭമായ ശുദ്ധജലമുണ്ട്. ഉപ്പ് രസമുള്ള വെള്ളം സമുദ്രത്തിന്റെ ഉള്ളിൽ ലഭ്യമാണ്. അതുപോലെ ചെറിയ പരിധി കഴിഞ്ഞാൽ ചവർപ്പിന്റെ രുചിയുള്ള വെള്ളവും കാണാൻ കഴിയും. ഇതുപോലെ മനുഷ്യന്റെ ഉള്ളിലും പരിധി കഴിഞ്ഞാൽ വായിലാണ് എങ്കിൽ നല്ല മധുരമുള്ള സ്വാദിഷ്ടമായ ജലമാണുള്ളത്. അതുകൊണ്ട് മനുഷ്യന്റെ വായിൽ ഒരു സമയത്തും അസ്വസ്ഥത ഉണ്ടാകുന്നില്ല. മനുഷ്യൻ പരസ്പരം ആശയം കൈമാറ്റം ചെയ്യുമ്പോൾ സംസാരിക്കുന്ന വേളയിൽ വരെയും ആ മധുരമുള്ള ജലാശയത്തിലുള്ള ജലത്തിലേക്ക് ആവശ്യമാകുകയാണ്. ഇനി കണ്ണിൽ നിന്ന് വരുന്ന വെള്ളമാണ് എങ്കിൽ കണ്ണുനീർ തുള്ളി നാവിലെത്തിക്കഴിഞ്ഞാൽ അതിന്റെ രസം ഉപ്പ് രസമാണ്. ഇനി മൂക്കട്ടയിൽ നിന്ന് വരുന്ന ജലമാണ് എങ്കിൽ അതിൽ ചവർപ്പിന്റെ രുചിയാണ്. ഭൂമിയിൽ ധാരാളം ശുദ്ധജലമുണ്ട്, അതുപോലെ തന്നെ മലിനമായ ജലമുണ്ട്. മനുഷ്യരിലും ശുദ്ധജലമുണ്ട്, അതുപോലെ മലിനമായ ജലമുണ്ട്. കണ്ണുനീർ ശുദ്ധിയാണ്, ഉമനീര് ശുദ്ധിയാണ്, മൂക്കട്ടയും കഫവും ശുദ്ധിയാണ്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് നിർഗളിക്കുന്ന മൂത്രം മാലിന്യമാണ്, രക്തം മാലിന്യമാണ്. ഇങ്ങനെ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ജമാദാത്ത്, നിർജീവ വസ്തുക്കളുടെ ധാരാളം രൂപരേഖകൾ അല്ലാഹു മനുഷ്യനിൽ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. ഇനി നബാതാത്തുകൾ പരിധി കഴിഞ്ഞാൽ, സസ്യങ്ങൾ, പുൽക്കൊടികൾ, ഇതിനെ പരിധി കഴിഞ്ഞാൽ ഇതിന്റെയും രൂപരേഖ മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. തലമുടിയായിട്ടും ശരീരത്തിലെ രോമഭൂമങ്ങളായിട്ടും. എന്നാൽ ഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മരുഭൂമിയാണ്. അവിടെ പുല്ലുകളില്ല, അവിടെ സസ്യങ്ങളില്ല, അവിടെ ധാന്യങ്ങൾ വിളയുന്ന തോട്ടങ്ങളില്ല. അങ്ങനെയുള്ള നിലം പ്രദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ മനുഷ്യന്റെ ചില പ്രദേശങ്ങൾ, കയ്യിന്റെ വെള്ള, കാലിന്റെ വെള്ള, ഇവിടെയൊന്നും രോമഭൂമങ്ങളില്ല. ഇങ്ങനെ നബാത്താത്തുകളുടെ വലിയ ഒരു രൂപരേഖ തന്നെ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ അല്ലാഹു സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഹയവാനാത്തുകൾ, ജീവികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിൽ ധാരാളം ബാക്ടീരിയകൾ, ധാരാളം ജീവികളുണ്ട്. രക്തത്തിലാണ് എങ്കിൽ ചുമന്ന അണുക്കളുണ്ട്. മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ധാരാളം ജീവികളുണ്ട്. മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇനി ആകാശത്തിന്റെ സീമന്തരേഖയിൽ
ഉപരിമണ്ഡലത്തിൽ പ്രകാശിക്കുന്ന സൂര്യനും ചന്ദ്രനും, ഇതിന്റെ രണ്ട് രൂപരേഖകളാണ് മനുഷ്യന്റെ രണ്ട് കണ്ണ്. ആ രണ്ട് കണ്ണുകൊണ്ടാണ് മനുഷ്യൻ പ്രപഞ്ചത്തിനെ കാണുന്നത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ആകാശം മുതൽ ഭൂമി വരെ വ്യാപിച്ചു കിടക്കുന്ന നിർജീവ വസ്തുക്കളുടെയും ധാന്യങ്ങളുടെയും സസ്യലതാദികളുടെയും ജീവജാലങ്ങളുടെയും രൂപരേഖയെ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ശരീരത്തിനെ കുറിച്ച് അൽ ആലമുൽ അസ്ഗർ, ഒരു ചെറിയ പ്രപഞ്ചം എന്നാണ് മുഫസ്സിരീങ്ങൾ എഴുതിയിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ കണ്ടന്റുകളും മനുഷ്യന്റെ ഉള്ളിൽ സന്നിവേശിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മുഴുവൻ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള റൂഹ്, ആത്മാവ്, ജീവനാണ്. ജീവനില്ല എങ്കിൽ പിന്നെ ഇതിനൊന്നും നിലനിൽപ്പില്ല, വളർച്ചയില്ല, പുരോഗതിയില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ആത്മാവാണ് റബ്ബുൽ ആലമീനായ അല്ലാഹു. അല്ലാഹുവിന്റെ അസ്തിത്വം നിഷേധിക്കുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഉള്ളിലുള്ള ജീവനെ നിഷേധിക്കുന്നത് പോലെയാണ്. ഏതുപോലെ മനുഷ്യന്റെ ശരീരത്തിലുള്ള ജീവൻ മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നു, ഇതുപോലെ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പ്രത്യേകത നൽകിയത്? അവന്റെ അസ്തിത്വത്തിലും അവന്റെ നിർമ്മാണത്തിലും അവന്റെ ശരീരഘടനയിലും ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് രണ്ട് നിസ്ബകളുണ്ട്, രണ്ട് തസ്തികകളുണ്ട്, രണ്ട് അടിസ്ഥാന ബന്ധങ്ങളുണ്ട്. ഒന്ന് മഖ്ലൂഖ്, അല്ലാഹുവിന്റെ സൃഷ്ടി എന്ന ബന്ധം. ഇത് മനുഷ്യേതര ജന്തുക്കൾക്കും മനുഷ്യേതര വസ്തുക്കൾക്കും ജമാദാത്തുകൾക്കും എല്ലാം ഉണ്ട്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും പക്ഷിപർവ്വാദികളും എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. മഖ്ലൂഖുകളെല്ലാം ഖാലിഖായ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അവരുടെ ഉൽപ്പത്തിക്കും അവരുടെ ഉന്മയ്ക്കും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരായതുപോലെ തന്നെ അവരുടെ നിലനിൽപ്പിനും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനും മനുഷ്യേതര ജന്തുക്കളും അല്ലാഹുവിലേക്ക് എല്ലാം സമർപ്പിക്കാൻ തയ്യാറാകുന്നത്. നമ്മൾ വിചാരിക്കും മനുഷ്യൻ മാത്രമാണ് അല്ലാഹുവിന്റെ അസ്തിത്വം അംഗീകരിച്ച് അവൻ ആരാധനകൾ അർപ്പിക്കുന്നത്. അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വത്തൈറു സാഫാത്തുൻ കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു വല്ലാഹു അലീമുൻ ബിമാ തഫഅലൂൻ. അലം തറയെ മനുഷ്യരെ നിങ്ങൾ കൂലങ്കഷമായി ചിന്തിക്കുന്നില്ലേ? അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ള സർവ്വസൃഷ്ടി ചരാചരങ്ങളും അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയാണ്. വത്തൈറു സാഫാത്തുൻ, ചിറകുകൾ വിടർത്തി അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്ന പക്ഷികളും എല്ലാ ജീവജാലങ്ങൾക്കും സൃഷ്ടികൾക്കും അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് നമസ്കാരത്തെ കുറിച്ച് അറിയാം. അല്ലാഹുവിനെ എങ്ങനെയാണ് പ്രകീർത്തിക്കേണ്ടത് എന്നും അറിയാം. വല്ലാഹു അലീമുൻ ബിമാ തഫഅലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടികൾ എന്ന് മനസ്സിലാക്കി ഖാലിഖായ അല്ലാഹുവിന് നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നുണ്ട്, കീഴ്വണക്കം നടത്തുന്നുണ്ട്. എന്നാൽ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിന് വേണ്ടി മാത്രം സൃഷ്ടിച്ചതുകൊണ്ട് മുഴുവൻ സൃഷ്ടികളുടെയും ഇബാദത്തിന്റെ ജാമിഇയ്യത്ത്, സമുന്നയമായ രൂപം മനുഷ്യരെ സമ്മേളിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യേതര ജന്തുക്കളെ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ചില ജീവികൾ അവർ നൃത്തത്തിൽ മാത്രമാണ്. ജമാദാത്തുകൾ, സസ്യലതാദികൾ
അവകൾ ഖിയാമ നൃത്തത്തിൽ മാത്രമാണ്, അവകളുടെ നമസ്കാരം നൃത്തമാണ്. ഇനി ജീവജാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നാൽക്കാലികൾ, പശു, കാള, ആട്, എരുമ, പോത്ത്, ഇതിന്റെ എല്ലാ നമസ്കാരം റുക്കൂഅാണ്. അവകളുടെ സൃഷ്ടിപ്പ് തന്നെ റുക്കൂഇന്റെ ഘടനയിലാണ്. ഇനി ഭൂമിയിലൂടെ ഇഴഞ്ഞു ജീവിക്കുന്ന ഇഴജന്തുക്കളുണ്ട്, സർപ്പവും പാമ്പും മറ്റ് ഇഴജന്തുക്കളും. അവകളുടെ ഇബാദത്ത് സുജൂദാണ്, എപ്പോഴും സാഷ്ടാംഗം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജമാഅത്തുകളിൽ നിന്ന് പർവ്വതങ്ങൾ, ഈ പർവ്വതങ്ങളുടെ ഇബാദത്താണ് എങ്കിൽ ഇരുത്തമാണ്. തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെയാ പർവ്വതങ്ങൾ ഇരിക്കുന്നത്. പക്ഷികളാണെങ്കിൽ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ദുആയിലാണ്. ഇങ്ങനെ ഓരോ സൃഷ്ടികൾക്കും ഇബാദത്തിന്റെ ഓരോ രൂപങ്ങൾ അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തപ്പോ, നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കീഴ്വണക്കത്തിനും അവന്റെ സാഷ്ടാംഗത്തിനുമുള്ള ഏറ്റവും ഉയർന്ന ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ നൃത്തം വൃക്ഷങ്ങൾക്ക് തീരുമാനിച്ചു കൊടുത്തപ്പോൾ, റുകൂഉ മൃഗങ്ങൾക്ക് തീരുമാനിച്ചു കൊടുത്തപ്പോൾ, സുജൂദ് ഇഴജന്തുക്കൾക്ക് തീരുമാനിച്ചു കൊടുത്തപ്പോ, ഇഅ്തിദാലും ഇരുത്തവും അത്തഹിയാത്തും പർവ്വതങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്തപ്പോ, മനുഷ്യർക്ക് ഇതെല്ലാം അല്ലാഹു ഒരുമിച്ച് തീരുമാനിച്ചു കൊടുത്തിരിക്കുകയാണ്. മനുഷ്യൻ നമസ്കാരത്തിൽ നിൽക്കും, മനുഷ്യൻ നമസ്കാരത്തിൽ റുകൂഉ ചെയ്യും, മനുഷ്യൻ നമസ്കാരത്തിൽ സുജൂദ് ചെയ്യും, മനുഷ്യൻ നമസ്കാരത്തിൽ രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരിക്കും, മനുഷ്യൻ അത്തഹിയാത്തിൽ ഇരിക്കും. ഇങ്ങനെ മുഴുവൻ ഇബാദത്തിന്റെയും പൂർണ്ണ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് തീരുമാനിച്ചു കൊടുത്തിരിക്കുകയാണ്. കാരണം മനുഷ്യൻ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനും ഉദാത്തനുമായതുകൊണ്ട്. മനുഷ്യന്റെ ഒന്നാമത്തെ തസ്തിക, ഒന്നാമത്തെ ബന്ധം അവൻ മഖ്ലൂഖ് സൃഷ്ടി എന്നതാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുകയും അവന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുകയും ചെയ്യണം. മനുഷ്യന്റെ രണ്ടാമത്തെ തസ്തികയാണ് ഖിലാഫത്ത്. മനുഷ്യേതര ജന്തുക്കളെ പോലെയല്ല, അവൻ അല്ലാഹുവിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭൂമിയിൽ നടപ്പാക്കേണ്ടുന്ന ദൗത്യവും ബാധ്യതയും ഓരോ മനുഷ്യനിലും അർപ്പിതമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൽപ്പത്തി മനുഷ്യനായ ആദമിനെ പരിചയപ്പെടുത്തിയത്, إذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. മനുഷ്യ സമൂഹത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ പുറന്തലിക്ക് മുകളിൽ സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരോട് പറഞ്ഞൊരു വാചകം, ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി, നിന്റെ രക്ഷിതാവ് മാലാഖമാരോട് പറഞ്ഞ സന്ദർഭം, ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ, തീർച്ചയായും ഭൂമിയിൽ ഞാൻ ഒരു പ്രതിനിധിയെ തീരുമാനിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രാതിനിധ്യം പൂർണ്ണമായി ഭൂമിയിൽ നടപ്പാക്കുന്ന ഒരു സൃഷ്ടി സമൂഹം അവരാ മനുഷ്യര്. ഖലീഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന്, ഭൂമിയെ സജീവമാക്കുക. എങ്ങനെയാ സജീവമാക്കേണ്ടുന്നത്? അല്ലാഹു ആഗ്രഹിക്കുന്ന നന്മകൾ, അല്ലാഹുവിന്റെ ഹുക്മുകൾ നടപ്പാക്കിക്കൊണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യൻ ശരിയായ രൂപത്തിൽ ഇക്കാര്യങ്ങൾ നിറവേറ്റുകയാണ് എങ്കിൽ എല്ലാ നിലയിലുമുള്ള സ്വൈരതയും സമാധാനവും ഭൂമിയിൽ ഉണ്ടാകും. പ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലങ്കാരിക പദപ്രയോഗമല്ല, ഓരോരുത്തരും ഖലീഫയാണ്. നമ്മളിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും നന്മയുണ്ടാകണം. വീട്ടിലുള്ളവർക്കും കുടുംബത്തിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിന് നന്മയുണ്ടാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഖലീഫയാകുന്നത്. ആരും തകരണം, ആരും നശിക്കണം എന്ന് ഒരു നിലയിലും ആഗ്രഹിക്കാൻ വേണ്ടി പാടില്ല. ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്.
ആ സഹാബിയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ അടിമയെ ഒരു കുതിര വാങ്ങാൻ വേണ്ടി യാത്രയാണ്. അടിമ പോയി ഒരു കുതിര വാങ്ങിയിട്ട് മടങ്ങി വന്നു. ജരീർ റളിയല്ലാഹു അൻഹു എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 300 ദിർഹം കൊടുത്താ വാങ്ങിയത്. ജരീർ റളിയല്ലാഹു അൻഹു ധരിച്ചു 300 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരയുടെ വിലയല്ല. ഈ കുതിരയ്ക്ക് തീർച്ചയായും ഇതിനേക്കാൾ വിലയുണ്ട്. ഒരുപക്ഷെ ഈ വിറ്റയാൾ നിർബന്ധിതനായി ഇയാൾ വിലപേശിയത് കൊണ്ട് വിറ്റതായേക്കാം. അയാൾക്ക് സാമ്പത്തികമായ ആവശ്യമുണ്ടായേക്കാം. അടിമയെയും കൂട്ടി വാങ്ങിയ കുതിരയുമായി നേരെ വിൽപ്പനക്കാരന്റെ അടുക്കലെത്തി. ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കുതിരയെ ഞാൻ 400 ദിർഹമിന് വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കുതിര വിറ്റയാൾ ആശ്ചര്യപ്പെട്ടു പോയി. 300 ദിർഹമിന് വിറ്റ കുതിരയെ കൈമാറ്റം ചെയ്യപ്പെട്ടതിന് ശേഷം വീണ്ടും 400 രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുതിര വിൽപ്പനക്കാരൻ പറഞ്ഞു, അതെ 300 ദിർഹമിന് ഞാൻ വിറ്റതാണ്. നിങ്ങൾ 400 ദിർഹമിന് അതിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് വിൽക്കാൻ തയ്യാറാണ്. വീണ്ടും ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 500 ദിർഹമിന് ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കുതിര വിൽപ്പനക്കാരൻ പറഞ്ഞു, ആയിക്കൊള്ളട്ടെ. ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 600 ദിർഹമിന് ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കുതിര വിൽപ്പനക്കാരൻ പറഞ്ഞു, ആയിക്കോട്ടെ. ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 700 ദിർഹമിന് ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കുതിര വിൽപ്പനക്കാരൻ പറഞ്ഞു, മതി, ഞാൻ 300 ദിർഹമിനായി ഇത് വാങ്ങി. നിങ്ങൾ പറഞ്ഞപ്പോൾ 700 ദിർഹമായി. ഇനി ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 700 ദിർഹമിന് ഞാനിത് വിറ്റിരിക്കുന്നു. ജരീർ റളിയല്ലാഹു അൻഹു പോക്കറ്റിൽ നിന്ന് 400 ദിർഹം കൂടി കൂടുതൽ നൽകിയിട്ട് മടങ്ങിപ്പോയി. ഇതെല്ലാം കണ്ട് ആശ്ചര്യഭരിതനായി എന്ന അടിമ ചോദിച്ചു, അല്ല നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിച്ചതിന്റെ വലിയ നടത്തിയതാണോ? അങ്ങനെ എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് നൽകിയ പോലെ. ഞാൻ അയാളിൽ നിന്ന് വില പറഞ്ഞു 300 ദിർഹമിന് വാങ്ങിയ കുതിര നിങ്ങൾ എന്ത് ചെയ്ത് 400 ദിർഹം കൂടെ കൂടുതൽ കൊടുത്ത് 700 ദിർഹമിനെ വാങ്ങിയിരിക്കും. ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരങ്ങളിൽ പിടിച്ച് ഞാൻ ഒരു ഉടമ്പടി ചെയ്തു. എന്താണ്? എല്ലാ മുസ്ലിമീങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും ഗുണത്തെ ഞാൻ കാണിച്ചു. നിങ്ങളെ 300 ദിർഹമിന് ആ കുതിരയെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ഭയപ്പാടുണ്ടായി. ഉടമ്പടിക്ക് എങ്ങനെ സംഭവിച്ചു? അയാൾ നിർബന്ധിതനായിട്ട് കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് വിറ്റതാണോ? അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് അയാളുടെ ഗുണം കാണിച്ചുകൊണ്ട് കൂടുതൽ പൈസ കൊടുത്ത് ഈ കുതിരയെ വാങ്ങിയത്. ഇതാണ് ഖിലാഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും നന്മയെ ആഗ്രഹിക്കുന്നു. ഖിലാഫത്തില്ല എങ്കിൽ സ്വാർത്ഥത ആഗ്രഹിക്കും. എങ്ങനെ എന്റെ പൊള്ളത ഇറക്കാൻ? അത് ഏവനെ തകർത്തിട്ടാണേലും കുഴപ്പമില്ല, അത് മകനെ തകർത്തിട്ടാണേലും കുഴപ്പമില്ല, സഹോദരനെ തകർത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, സഹോദരിയെ തള്ളിയിട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഉപ്പായെ കൊന്നിട്ടാണേലും കുഴപ്പമില്ല. ഇത് ഖിലാഫത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്, അദ്ദീന കുല്ലുഹു അൻ-നസീഹ. മുഴുവൻ ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരമല്ല, മറ്റുള്ള മനുഷ്യരുടെ ഗുണം കാംക്ഷിക്കലാണ്. അയാൾ വളരണം, അയാൾ നല്ല നിലയിലെത്തണം, നല്ല തസ്തികയിലെത്തണം, ഭൗതികമായും ആത്മീയമായും. ഇത് ആഗ്രഹിക്കുന്നതിന്റെ പേരാണ് ഖിലാഫത്തിന്റെ ഒന്നാം തസ്തിക. ഇതിന്റെ ഏറ്റവും ഉയർന്ന പ്രതീകങ്ങളായിരുന്നു നബിമാര്. നബിമാര് എല്ലാവരുടെയും ഗുണവും നന്മയും മാത്രമാണ് കാംക്ഷിച്ചിരുന്നത്. പ്രബോധന പ്രവർത്തനങ്ങളുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഇന്നി നാസിഹുൽ ലക്കും, നിങ്ങളുടെ ഗുണത്തെ കാംക്ഷിക്കുന്നവരല്ല ഞങ്ങൾ, നിങ്ങൾ തകരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, നിങ്ങൾ ആഖിറത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന്റെ അടുത്തൊരു തസ്തികയാണ് അധികാരം എന്നുള്ളത്. അധികാരം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രൈം മിനിസ്റ്റർ ആകണമെന്നല്ല. വീട്ടിന്റെ അധികാരി, കുടുംബത്തിന്റെ അധികാരി, നാട്ടിന്റെ അധികാരി, രാജ്യത്തിന്റെ ഭരണകർത്താവ്, ഇതും ഒരു ഖിലാഫത്ത് തന്നെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ഇദാ കാന ഖുലഫാഉകും ഖിയാറകും വഅദ്ലിയാഉകും സംഹാഅകും വഉമൂറകും ഇലാ ശൂറാ ബൈനകും ഫളഹറുൽ അർദി ഖൈറും മിൻ ബത്നിഹി وإذا كان أمراؤكم سرركم وأغنياؤكم بخلاءكم وأموركم إلى نسائكم فبطن الأرض خير من ظهرها. തിർമിദി ശരീഫിന്റെ റിവായത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ അധികാരികൾ, അത് വീട്ടിന്റെ രക്ഷകർത്താവാണെങ്കിൽ
നേതാവാണെങ്കിലും കുടുംബത്തിന്റെ നാഥനാണെങ്കിലും നാട്ടിന്റെ നേതാവാണെങ്കിലും രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണെങ്കിലും നീതിയോടെ വർത്തിക്കുന്നവരാണ്. എല്ലാവരോടും ഗുണം കാണിച്ചിരിക്കുന്നവരാണ്. നിങ്ങളുടെ സമ്പന്നത കയ്യഴിഞ്ഞ് ചെലവഴിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ചല്ല തീരുമാനിക്കേണ്ടത്. പരസ്പരം ആലോചിച്ചിട്ട് ഉചിതമായ തീരുമാനത്തിൽ എത്തുന്നു എങ്കിൽ നിങ്ങൾക്ക് ഭൂമിയുടെ പുറന്തലിക്ക് മുകളിലുള്ള ജീവിതം സ്വൈര്യമായിരിക്കുമ്പോൾ ഭൂമിയുടെ പുറന്തലിക്ക് മുകളിലുള്ള ജീവിതം നിങ്ങൾക്ക് സ്വൈര്യമായിരിക്കും, സ്വസ്ഥമായിരിക്കും. ഇനി കാര്യങ്ങൾ നേരെ തലതിരിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരെ അനീതിയുടെയും അക്രമത്തിന്റെയും പ്രതീകങ്ങളാണ് എങ്കിൽ, നിങ്ങളുടെ സമ്പന്നരിൽ വൃദ്ധന്മാരാണ് എങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങൾ സ്ത്രീകൾ പറയുന്നതനുസരിച്ചിട്ടാണ്. ഇന്ന് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണ്. കാരണം പുരുഷനും സ്ത്രീക്കും ജോലിയുണ്ട്. കൂടുതൽ കാര്യം ആൾക്കാർ ഭാര്യയ്ക്കായി. എന്റെ ഭാര്യ പറയണമെന്ന് എല്ലാ സ്ഥലത്തും ഈ ഫെമിനിസ്റ്റുകൾ പറയുന്നത് പുരുഷന്മാരെ പോലെ സമത്വം വേണമെന്നാണ് പറഞ്ഞത്. സമത്വമല്ല, സ്ത്രീകൾക്ക് മേൽക്കോയ്മ കൂടുതൽ. ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞാലും കൂടുതൽ അധ്യാപകർ സ്ത്രീകളാണ്. യൂണിവേഴ്സിറ്റികളാകട്ടെ, കോളേജുകളാകട്ടെ, സ്ഥാപനങ്ങളാകട്ടെ, അതെല്ലാം സ്ത്രീകൾ കൈകാര്യം. ഇങ്ങനെ സ്ത്രീകളിലൂടെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ പിന്നെ ഭൂമിയുടെ പുറന്തലിക്ക് മുകളിലുള്ള ജീവിതം സ്വൈര്യമായിരിക്കും. എപ്പോഴും തട്ടും മുട്ടും പ്രശ്നങ്ങളുമായിരിക്കും. ഭൂമിയുടെ ഉള്ളവകളാണ് ഖബറിന്റെ ശിലാഗുഹകളിലേക്ക് പോയി ഒളിക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയിക്കുന്നു. ഖിലാഫത്തിന്റെ ഒരു തസ്തിക, ഖിലാഫത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയാണ് മുഴുവൻ ജനങ്ങളും അനശ്വരമായി രക്ഷപ്പെടണമെന്നാണ് എല്ലാ പ്രവാചകന്മാരുടെയും ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിമാര് ഇതിന്റെ വലിയ ഉദാഹരണങ്ങളായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ റോമിൽ പോയി, പേർഷ്യയിൽ പോയി. രാജ്യം പിടിക്കാൻ വേണ്ടിയല്ല പോയത്. സാധാരണയായി ജിഹാദിന് വികലമായി ചിത്രീകരിക്കപ്പെടാറുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റ്, തീവ്രവാദം പ്രചരിപ്പിക്കുന്നത് എന്തോ ഒരു സംഗതിയാണ്. ജിഹാദിന്റെ അർത്ഥം തന്നെ ധർമ്മ സമരം എന്നാണ്. ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി അക്രമവും അനീതിയും ലോകത്ത് നിന്ന് വിഭാവനം ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ലോകത്തെ ഏത് രാജ്യങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ആയുധം വലിച്ചു കൂട്ടാൻ വേണ്ടി, ആയുധം വാങ്ങിക്കൂട്ടാൻ വേണ്ടി, ആയുധം നിർമ്മിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ രാജ്യത്തിന്റെ കാവൽ ഭടന്മാരായ പട്ടാളക്കാരെ അവർക്ക് ശമ്പളം. ഇതിലൂടെ ലോകത്ത് നീതിയോ അധർമ്മമോ അനീതിയോ കൂടുതൽ നടക്കുന്നത് എന്ന് നമ്മൾ ഈ ഒരു നൂറ്റാണ്ടിന്റെ ലോകരാജ്യങ്ങൾ, അത് ലോകമഹായുദ്ധങ്ങളാകട്ടെ, രാജ്യങ്ങൾ പരസ്പരം നടത്തുന്ന യുദ്ധങ്ങളാകട്ടെ, അത് പരിശോധിച്ചാൽ മനസ്സിലാവും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ആറ്റം ബോംബുള്ളവൻ അവൻ കാര്യക്കാരൻ, അങ്ങനെ പോകുന്നു. അവിടെ ധർമ്മമോ അവിടെ നീതിയോ ഒന്നും നടപ്പാകുന്നില്ല. അക്രമവും അനീതിയും സിവിലിയന്മാരെ, സാധാരണക്കാരായ മനുഷ്യരെയും സ്ത്രീകളെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന കാരണമായി ഇസ്ലാമിന്റെ ജിഹാദിലൊന്നും അങ്ങനെയില്ല. സ്ത്രീകൾ അവിടെ വധിക്കപ്പെടുന്നില്ല, കുട്ടികൾ അവിടെ കൊല്ലപ്പെടുന്നില്ല, സാധാരണക്കാരെ അവിടെ അവമതിക്കപ്പെടുന്നില്ല. ഏതെങ്കിലും പുരോഹിതന്മാര്, ആചാര്യന്മാര് അവർക്ക് ആദരവും ബഹുമാനവും നൽകുന്നു. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ ജിഹാദുകളൊക്കെ നടന്നത്. ധർമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ആറാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ അധിനിവേശ ശക്തിയായിരുന്നു. നേതൃത്വത്തിലാണ് പിടിച്ചെടുക്കാൻ വേണ്ടി സഹാബാക്കൾ പുറപ്പെടുന്നത്. 34,000-ഓളം വരുന്ന സഹാബാക്കളുടെ സൈന്യം, 3 ലക്ഷം വരുന്ന റുസ്തമിന്റെ വലിയ പട്ടാളക്കാര് സഹാബാക്കളാണ് എങ്കിൽ ഒടിഞ്ഞ വാളുമായി, ഉണങ്ങിയ ശരീരവുമായി, പൊട്ടിയ വയറുമായിട്ടാണ് അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പോരാടുന്നത്. അവസാനം റുസ്തമിന്റെ 3 ലക്ഷം വരുന്ന സൈന്യം പരാജയപ്പെട്ട് റുസ്തമിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോ
ഉസ്താൻ തീരുമാനമെടുത്ത് ഇവരുമായി സന്ധി ചെയ്യലല്ല എങ്കിൽ ഈ രാജ്യത്ത് നമുക്ക് നിലനിൽപ്പില്ല. അങ്ങനെ സൈന്യത്തിന്റെ നേതാവ് വരികയായി ഒരു മുണ്ട് മാത്രം എടുത്തിട്ടുണ്ട്, തലപ്പാവുകൊണ്ട് ഒടിഞ്ഞ വാള കഴുതപ്പുറത്ത് യാത്ര ചെയ്തു. ഉസ്താനിന്റെ ദർബാറിന്റെ ഉള്ളിലേക്ക് കടന്നതിന് ശേഷം ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ അധിനിവേശ ശക്തിയായ റുസ്തമിന്റെ മുന്നിൽ നിന്ന് അള്ളാഹു നമ്മളെ നിയോഗിച്ച് അയച്ചിരിക്കുക എന്തിനു വേണ്ടിയാ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അടിമകളുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടിമകളാക്കാൻ വേണ്ടി ദുനിയാവിന്റെ ഇടുക്കങ്ങളിൽ നിന്നും പ്രവിശാലമായ ആഖിറത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ വേണ്ടി മതങ്ങളുടെയും പ്രത്യശാസ്ത്രങ്ങളുടെയും അനീതികളിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. സഹാബാക്കളായ മഹാരഥന്മാരെ ഖിലാഫത്തുമായി ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്ത് അള്ളാഹുവിന്റെ ദീൻ അവിടെ നടപ്പാക്കി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ ഹകീം അലൈഹിസ്സലാമിന്റെ ചരിത്ര സംഭവം പറയുന്നുണ്ട്. മകനെ ഉപദേശിച്ചതിൽ 4 ഉപദേശമാണ്. ഇസ്ലാഹുൽ അഖീദ, ആദർശം ശരിപ്പെടുത്തണം. 2 ഇസ്ലാഹുൽ ഇബാദ, ഇബാദത്ത് നന്നാക്കണം. 3 ഇസ്ലാഹുൽ ഖൽഖ്, സൃഷ്ടികളിൽ നന്മ ഉണ്ടാക്കണം. 4 ഇസ്ലാഹുൽ മുആശറ, സ്വഭാവ സംസ്കരണം. 2 കാര്യങ്ങൾ മനുഷ്യൻ മഖ്ലൂഖ് എന്ന ബന്ധത്തിന്റെ പേരിൽ പാലിക്കേണ്ടതും 2 കാര്യങ്ങൾ ഭൂമിയിൽ അല്ലാഹുവിന്റെ ഖലീഫയായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുമാണ്. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന അശ്ശിർക ലദുൽമുൻ അദീം. ആദ്യം പറയുന്നതിന്റെ ഹൃദയത്തിന്റെ ആദർശം ശരിപ്പെടുത്തണം. അള്ളാഹുവിന്റെ കൂട്ടത്തിൽ ഒരു വ്യക്തിയെയും ശക്തിയെയും വസ്തുവിനെയും പങ്കുചേർക്കരുത്. 2 അള്ളാഹുവിന്റെ ശക്തിയായതുകൊണ്ട് അവന് ഇബാദത്തുകൾ സമർപ്പിക്കണം. യാ ബുനയ്യ അഖിമിസ് സ്വലാത, എന്റെ പൊന്നുമോനെ നിസ്കാരം നിർത്തണം. മറ്റ് 2 കാര്യങ്ങൾ പറയുന്നത് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നീ മാത്രം നിസ്കരിച്ചാൽ പോരാ, നീ ജനങ്ങളുടെ ഇടയിൽ നന്മയുണ്ടാക്കണം. നിന്റെ വീട്ടിലും നിന്റെ കുടുംബത്തിലും നിന്റെ നാട്ടിലും ജനങ്ങളിലും നന്മയുണ്ടാക്കുന്ന പ്രവർത്തനം നീ ചെയ്യണം. ആ മാർഗത്തിൽ നിനക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ക്ഷമയോടെ തരണം ചെയ്യണം. 4-ാമതായി ഇസ്ലാഹുൽ മുആശറ, സംസ്കാരം ശരിയാക്കണം. കാരണം മനുഷ്യരോട് നല്ല നിലയിലുള്ള സഹവർത്തിത്വം അത് ഖിലാഫത്തിന്റെ അടിസ്ഥാനമാണ്. അതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ولا تصغر خدك للناس ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. നീ ഒരാളോടും നിന്റെ മുഖം തിരിച്ച് സമീപനം നടത്തരുത്. ആരെങ്ങോട്ട് വന്നാലും അസ്സലാമു അലൈക്കും പ്രസന്നവദനായിട്ട് അഭിമുഖീകരിക്കും. 2 അഹന്തയോടുകൂടി നീ നടക്കരുത്. നടത്തത്തിൽ മിതത്വം പാലിക്കണം. 3-ാമതായി നിന്റെ ശബ്ദത്തെ ഒതുക്കണം. ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കരുത്. അത് ഭിന്നതയിലേക്ക് കലാശിക്കും, പ്രശ്നങ്ങൾ ഉടരരുത്. നീ നിന്റെ ശബ്ദത്തിലെ ഒതുങ്ങണം. ഒരിക്കലും നീ ഉറക്ക ബഹളം ഉണ്ടാക്കരുത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഏറ്റവും വെറുപ്പുളവുണ്ടാക്കുന്ന ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ലുഖ്മാൻ ഹകീം അലൈഹിസ്സലാം അവരോട് ചെയ്ത ഉപദേശം
ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സമുദായത്തിന്റെ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചിരിക്കുകയാണ്. നമുക്ക് ഭൂമിയിൽ രണ്ട് ബന്ധങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണം, അവന്റെ ആരാധനകൾ അർപ്പിക്കണം. രണ്ടാമതായി മനുഷ്യരായ നമുക്ക് അല്ലാഹു മനുഷ്യേതര ജന്തുക്കളിൽ നിന്ന് വിവേകം നൽകിയിരിക്കുകയാണ്, ബുദ്ധി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഖലീഫത്തുൻ ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹുവിന്റെ പ്രതിനിധികളാണ്. ആ പ്രതിനിധിയായതുകൊണ്ട് ഒന്നാമതായി എല്ലാവരുടെയും നന്മയും പുരോഗതിയും വളർച്ചയും മാത്രം. രണ്ടാമതായി വീട്ടിലും കുടുംബത്തിലും നാട്ടിലും പ്രദേശത്തിലും രാജ്യത്തിലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഭരണീയരായ ആൾക്കാരിൽ നന്മയുണ്ടാക്കാൻ വേണ്ടി, പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. മൂന്നാമതായി എല്ലാ മനുഷ്യരെയും അനശ്വരമായ സുഖത്തിന്റെയും രക്ഷയുടെയും സങ്കേതമായ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതിനു വേണ്ടി മുഴുവൻ മനുഷ്യരെയും വീട് മുതൽ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ വരുന്ന മനുഷ്യരെ നന്മയിലേക്ക് ക്ഷണിക്കണം. അല്ലാഹു ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعائي الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.